സാങ്കേതിക തകരാറിനെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ്. ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ന വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനം സുരക്ഷിതമായി കരിപ്പൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. മുബഷിർ പി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ പി അക്ബർ, എപ്പോഴായിരുന്നു സംഭവം? സേഫല്ലേ കാര്യങ്ങൾ? കാര്യങ്ങളൊക്കെ തന്നെ സേഫാണ് അരുൺകുമാർ. ഇന്ന് പുലർച്ചെ ദുബായിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ഇന്ത്യയുടെ നാവിക മേഖലയിലെത്തിയ സമയത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹൈഡ്രോളിക് പ്രശ്നം മൂലമാണ് ഇത്തരമൊരു എമർജൻസി ലാൻഡിംഗ് അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് വിമാനത്താവള അതോറിറ്റി അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുബായിൽ നിന്നും പുലർച്ചെ പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് 344 എന്ന് പറയുന്ന വിമാനമാണ് അടിയന്തരമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്. നേരത്തെ തന്നെ അത് കരിപ്പൂരിൽ തന്നെയാണ് ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അലേർട്ട് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു എമർജൻസി ലാൻഡിംഗ് പ്രഖ്യാപിക്കുകയും അത്തരമൊരു ലാൻഡിംഗ് നടത്തുകയും ചെയ്തത്. എന്തായാലും മിനിറ്റുകൾക്ക് മുൻപ് വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. യാത്രക്കാരൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ്. ഇനി എന്താണ് വിമാനത്തിന് സംഭവിച്ച തകരാറെന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അധികൃതർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുന്നതാണ് എമർജൻസി ലാൻഡിംഗ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും വിമാനത്താവള മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതത് മേഖലകളിൽ അലേർട്ട് ആവുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ലാൻഡിംഗ് പ്രഖ്യാപിക്കാറുള്ളത് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റാശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തെ തുടർന്ന് റണ്ണിങ്ങിന്റെ സമയത്ത് റൺവേയിൽ അത്തരമൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അടിയന്തരമായിട്ട് അത് പരിഹരിക്കുന്നതിനും യാത്രക്കാരെ അതത് മേഖലകളിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നതിൻ്റെയും കൂടി ഭാഗമായിട്ട് വേണം ഈ ഒരു പ്രഖ്യാപനത്തെ കണക്കാക്കാൻ. അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കരിപ്പൂർ വിമാനത്താവളത്തിലാണ് അല്പസമയം മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ന വിമാനമാണ് ഇപ്പോൾ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മുബഷിർ പി അക്ബർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനം സുരക്ഷിതമായി തന്നെയാണ് കരിപ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ആർക്കും ആശങ്ക വേണ്ടതില്ല. യാത്രക്കാർക്കോ ബന്ധുക്കൾക്കോ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.